നിങ്ങക്ക് തോന്നുന്നു എന്തിയ ബേസെല്ലാം കൊണ്ട് ഇങ്ങനെ നിക്കുന്നേന്ന് തോന്നും. ഞാൻ ഇന്ന് ആദ്യമേ കാന്താരി ഒരിക്കാറിഞ്ഞിട്ടില്ലത്. കാന്താരി ഒരിക്കാൻ വേറൊരാളും കൂടി ഉണ്ടാവും. നിങ്ങക്ക് നല്ല പരിചയമില്ല ആളത്. ഇതാ നോക്കിക്കോളൂ. ഹായ്, ഉണ്ടോ? നമുക്ക് ഈ സാധനം വീട്ടിൽ നിന്നല്ല അവിടെ നമുക്ക് കിട്ടിയുണ്ടല്ലോ, അവിടെ കാണൂല. വളരെ കുറച്ചുകൊണ്ട് ആ നേരം എടുക്കുമ്പോൾ തീരും. അത്ര നമുക്ക് ഇഷ്ടമായത്. നമ്മൾ ഈ ചോറൊക്കെ തിന്നുമ്പോഴേ ഇങ്ങനെ അരച്ചിട്ട് അങ്ങനെ വെളുത്തുള്ളിയോ ചെറുള്ളിയോ അതൊക്കെ ചേർത്തിട്ട് അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചോറിന്റെ കൂടെ കൊട്ടും. എനിക്കിന്ന് രഘു വരുമ്പോൾ കൊണ്ട് കൊടുക്കാനില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ കുറച്ച് കാന്താരി കൊണ്ടുപോകണം വീട്ടിലേക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പരിക്കുന്നത്. എല്ലാം പച്ചറി രഘു, എന്നാലേ തീരും ഇത് പറ്റ. ഇതിപ്പം കണ്ട ഈ തൈക്കാൻ നിറച്ച് കാന്താരിയായിരുന്നു. ഭയങ്കര. ഈ നാട്ടിൽ ആർക്കും ഈ കാന്താരി വേണ്ട. വേണ്ട അല്ലേ? നമ്മുടെ ചെറുപുഴയില്ലേ, അവിടെ ഇത് കടയിൽ ഇങ്ങനെ കാണാൻ വെച്ചിട്ട്. അയ്യോ, ഇവിടെ കടയിലൊന്നും വേണ്ട. പൈസ കൊടുത്തിട്ടൊക്കെ മേടിക്കുന്നത്. ഇവിടെ കടയിലൊന്നും ആർക്കും വേണ്ട. ഇത് എല്ലാരും മുറ്റത്തും ഇങ്ങനത്തെ ഒരു തൈ. ഇത് ചോട്ടിലൊക്കെ നോക്കി എന്തോരം പഴുത്തിതാ. നീ രണ്ട് തൈയും കൂടി കൊണ്ടുപോകണം. തൈ വേണം അമ്മ. തയ്യെ ഞാൻ ഇങ്ങനെ നോക്കിനെ വന്നപ്പോ എന്തോന്ന് തൈ ഉണ്ട് കുറച്ചപ്പുറം. മുളപ്പിച്ച് ചെയ്യാൻ പറ്റുണ്ടോ? മുളപ്പിച്ചത് അല്ലെങ്കിൽ വിത്ത് വേണം കൊണ്ടുപോകാൻ. അങ്ങനെ വിത്തെല്ലാം പറിച്ചിട്ട് ഇനിയിപ്പം അവിടെ കൊണ്ടുപോയിട്ട് ഒരു തൈ വെച്ച് നോക്കണം. പിന്നെ തൈ ഭയങ്കര നമുക്ക് ഉണ്ടാവുമല്ലോ കാന്താരി. അതെ, ഇന്ന് കുറെ ആള് തൈ കൊണ്ടുപോയി. എല്ലാവർക്കും ആയാലും ഇപ്പൊ ഒരു കാന്താരിയുടെ കുഞ്ഞു തൈ ഉണ്ട്. അത് ഞാൻ രഘുവിന് ഒന്ന് പറിച്ചു കൊടുക്കുന്നത്. രഘു കൊണ്ടുപോയിട്ട് അതിനെ നാട്ടിയിട്ട് അതിൽ തന്നെ പിടിച്ചിട്ട് പരിക്കട്ടെ. ഇതന്നെ നല്ല വേരെല്ലാം ഉണ്ട്. വാങ്ങിൽ വെള്ളം വരണം രഘു. ഇതാ രഘുവിന് എന്തായാലും അമ്മേനെ കൈ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അമ്മേനെ വിളിച്ചിട്ട് വിശേഷങ്ങള് എന്നെ വിളിക്കണം. മാഷിനെ വിളിച്ചിട്ട് ഞാൻ പറയും. ഞങ്ങക്ക് അമ്മേരെ എന്നെ കൈ എങ്ങനെ നോക്കാലോ. ഞങ്ങൾക്കൊരു കുഞ്ഞു തൈ ഉണ്ട്. ഇത് വേറെ ഉണ്ടല്ലേ? വേറെ ഞങ്ങൾ അതിനെ നോക്കുന്നില്ല, ഇതിനെ നോക്കുന്നു. ഇന്നത്തെ കാന്താരി വയ്ക്കുന്ന വിശേഷം കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ബൈ.